നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ ലോകത്തിന്റെ കണ്ണ് ഇപ്പോൾ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലാണ്. പ്രത്യേകിച്ച് BJPയുടെ കണ്ണുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ധ്യാനമിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ധ്യാനത്തിനായി അവിടെ എത്തി. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ വിവേകാനന്ദ പാറയിലെ ധ്യാന മണ്ഡപത്തിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ധ്യാനം നടക്കുന്നതും അവിടെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ ഈ ഒരു ധ്യാനം 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ കന്യാകുമാരി ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലെ ദർശനത്തിനും തിരുവള്ളൂർ പ്രതിമയിലെ പുഷ്പാർച്ചനയ്ക്കും ശേഷമാണ് അദ്ദേഹം തന്റെ ധ്യാനം തുടങ്ങിയത്. നാളെ വൈകുന്നേരത്തോടെ അവസാനിപ്പിച്ച് മോദി വാരണാസിയിലേക്ക് മടങ്ങും. കന്യാകുമാരിയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി അവിടെ നിന്നായിരിക്കും അദ്ദേഹത്തിന്റെ മടക്കയാത്ര. പ്രധാനമന്ത്രിയുടെ മടക്കയാത്ര വരെ വിവേകാനന്ദ പാറയിലേക്ക് സന്ദർശകർക്ക് നിയന്ത്രണമുണ്ട്. രാത്രി മുഴുവൻ വിവേകാനന്ദ പാറയ്ക്ക് ചുറ്റും പോലീസ് സുരക്ഷ സജ്ജമാക്കിയിരുന്നു. 2000-ലധികം പോലീസാണ് പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത്. അവധിക്കാലമാണ്, അതുകൊണ്ട് തന്നെ കന്യാകുമാരിയിലേക്ക് സന്ദർശകരുടെ തിരക്കുണ്ടാകേണ്ട സാഹചര്യമാണ്. പക്ഷേ ഈ സന്ദർശകരെ തിരക്കുണ്ടെങ്കിലും ഇവരെ നിലവിൽ വിവേകാനന്ദ പാറയിലേക്ക് കടത്തിവിടുന്നില്ല. അവധിക്കാലത്തെ അവസാന ദിവസങ്ങളിൽ തിരക്കിൽ അമരാറുള്ള കന്യാകുമാരിയാണ് ഇപ്പോൾ. എവിടെ നോക്കിയാലും പോലീസുകാർ. നിരത്തുകളിൽ വാഹനങ്ങളില്ല, ആളുകളുമില്ല. അവധി ആഘോഷിക്കാൻ ഹോട്ടലുകളിൽ മുറിയെടുത്തവരുടെ സകലമാന വിവരങ്ങളും പോലീസ് തപ്പിയെടുക്കുകയാണ്. അത്രയും കർശനമായ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ധ്യാനത്തിനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം കന്യാകുമാരിയിൽ വന്നിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ 3 ദിവസം അദ്ദേഹം കന്യാകുമാരിയിൽ തങ്ങുന്ന സ്ഥിതിയാണ്. കടലിലും വൻ സുരക്ഷയാണ്. വിവേകാനന്ദ സ്മാരകത്തിന് ചുറ്റും സുരക്ഷാ വലയം തീർത്തിരിക്കുകയാണ് നാവികസേനയുടെ ബോട്ടുകളും കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും. അദ്ദേഹം 1 മണിക്കൂർ വൈകിയാണ് ഇന്നലെ എത്തിയത്. തിരുവനന്തപുരം കന്യാകുമാരിയിലേക്കുള്ള യാത്രയ്ക്കായി നിശ്ചയിച്ചിരുന്നതിലും 1 മണിക്കൂർ വൈകിയായിരുന്നു തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തിയത്. വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിലാണ് അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള വിമാനം എത്തിയത്. ഔദ്യോഗിക സ്വീകരണ ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല. അനുകൂല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ വ്യോമസേന ഹെലികോപ്റ്ററിൽ വൈകാതെ കന്യാകുമാരിയിലേക്ക് പുറപ്പെടുകയായിരുന്നു. മറ്റു 2 ഹെലികോപ്റ്ററുകൾ ഇവിടെ നിന്നും അദ്ദേഹത്തെ അനുഗമിക്കുകയായിരുന്നു. പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ റോഡ് മാർഗം കന്യാകുമാരിയിൽ എത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ കേരള പോലീസും തമിഴ്നാട് പോലീസും ഒരുക്കിയിരുന്നു. പ്രധാനമന്ത്രിയുടെ വരവ് കാണാൻ BJP പ്രവർത്തകരാരും വിമാനത്താവള പരിസരത്ത് എത്തിയിരുന്നില്ല. ശംഖുമുഖം ബീച്ചിലെത്തിയ സഞ്ചാരികൾ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര കണ്ടു. പ്രധാനമന്ത്രിക്കായി താൽക്കാലിക പാലം ഒരുക്കിയിട്ടുണ്ട്. വിവേകാനന്ദ സ്മാരകത്തിനും തിരുവള്ളൂർ പ്രതിമയ്ക്കുമിടയിൽ 37 കോടി രൂപ ചെലവിൽ കണ്ണാടി നടപ്പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. പാറകൾ കൂടുതലുള്ള സ്ഥലമായതിനാൽ പ്രതികൂല കാലാവസ്ഥയിൽ തിരുവള്ളൂർ പ്രതിമയിലേക്ക് ബോട്ട് സർവീസ് നിർത്തിവെക്കേണ്ടി വരുന്നുണ്ട്. ഇതിനുള്ള ബദൽ മാർഗമായാണ് പാലം പണിയാൻ തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചത്. 97 മീറ്റർ നീളത്തിലും 4 മീറ്റർ വീതിയിലുമായി നിർമ്മിക്കുന്ന പാലത്തിന്റെ പണി കഴിഞ്ഞ മെയ് 24-നാണ് തുടങ്ങിയത്. ഇന്നലെ പ്രധാനമന്ത്രിക്ക് വിവേകാനന്ദ സ്മാരകത്തിൽ നിന്ന് തിരുവള്ളൂർ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന പാറയിലേക്ക് എത്താൻ താൽക്കാലികമായി ഒരു നടപ്പാലം ഒരുക്കിയിരുന്നു. എന്തായാലും വമ്പൻ ക്രമീകരണങ്ങളായിരുന്നു പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് ഒരുക്കിയത്, സജ്ജമാക്കിയത്. കനത്ത സംരക്ഷണ വലയത്തിലാണ് ഇപ്പോൾ കന്യാകുമാരിയും അതുപോലെ തന്നെ വിവേകാനന്ദ പാറയും ഒക്കെ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇപ്പോഴും തുടരുകയാണ്. നാളെയാണ് അത് അവസാനിക്കുക. തീർച്ചയായിട്ടും കനത്ത സുരക്ഷാ വലയത്തിലാണ്. എന്തായാലും ഈ ഒരു വിവേകാനന്ദ പാറയിൽ അദ്ദേഹം നടക്കുന്ന ധ്യാനത്തിന് ശേഷം എന്തൊക്കെ സംഭവിക്കും എന്നത് വരും ദിവസങ്ങൾ അറിയുവാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.